അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അർത്ഥമെറ്റിക് മീൻ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞത് അർത്ഥമെറ്റിക് മീൻ ആയിരുന്നു. ഇതിന് മുൻപ് നിങ്ങൾക്ക് ലോഗിൻ്റെയും ആൻറ്റി ലോഗ് കാണാനുള്ളൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ലോഗ് കാണുക എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് ആൻറ്റി ലോഗ് കാണുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ജോമെട്രിക് മീൻ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലോഗും ആൻറ്റി ലോഗും മനസ്സിലാവണം. ഇനിയിപ്പോൾ ലോഗും ആൻറ്റി ലോഗും സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് അതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ടെക്നിക്കാലിറ്റി പറഞ്ഞ് തരാൻ അപ്പോൾ നിങ്ങളൊന്നത് സെർച്ച് ചെയ്ത് നോക്കാം സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ജോമെട്രിക് മീനാണ്. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മീൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു അതിൽ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ മീനായിരുന്നു അതിന് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നത്. ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഭാഗമായിട്ടുള്ള ജോമെട്രിക് മീനുകൾ അതിന് വേറെ ഇക്വേഷൻ ആയിരുന്നു. ഇത് സാധാരണ ശ്രേണി തരികയാണെങ്കിൽ അതിൻ്റെ ജോമെട്രിക് മീൻ എങ്ങനെ വരുന്നുള്ളതാണ് സാധാരണ ശ്രേണി. ആ ശ്രേണി എന്തല്ല, ആ നമ്പേഴ്സ് എന്തല്ല ജോമെട്രിക് പ്രോഗ്രഷൻ ഒന്നും ആയിരിക്കില്ല. നോർമലായിട്ട് കുറേ നമ്പേഴ്സ് അതിൻ്റെ ജോമെട്രിക് മീൻ കാണാന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിക്കുക നിങ്ങൾ. സപ്പോസ് x1, x2, xn ആർ n വാല്യൂസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഇൻഡിവിജ്വൽ സീരീസ്. വേറൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ഒന്നല്ല. ദെൻ ദർ ജോമെട്രിക് മീൻ ഇസ് ഡിഫൈൻഡ് ആസ് പോസിറ്റീവ് nth റൂട്ട്. അതായത് പോസിറ്റീവ് എന്നും കൂടി കൂട്ടി പോസിറ്റീവ് nth റൂട്ടാണ്. നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല രണ്ടും കൂടി രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ എയും ബിയും അതിൻ്റെ ഇടയിൽ ഒരു എക്സ് ഉണ്ട്. ഇത് മൂന്നും ജോമെട്രിക് പ്രോഗ്രഷനിലാണെങ്കിൽ ഇതിൻ്റെ ജോമെട്രിക് മീൻ കാണണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എ ഇൻറ്റു ബി അത് കഴിഞ്ഞതാണ് സ്ക്വയർ റൂട്ട് ചെയ്താൽ മതിയായിരുന്നു. ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ nth റൂട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് nth റൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ നമ്പേഴ്സിൻ്റെ എന്ത് ചെയ്യണം, ലോഗ് കാണുക. അത് കഴിഞ്ഞിട്ട് അത് ആഡ് ചെയ്യുക. അതിനെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവൈഡ് ചെയ്ത വാല്യൂവിന് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻറ്റി ലോഗ് കാണുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോഗ് കാണാം. ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടിയ നമ്പറിൻ്റെ ആൻറ്റി ലോഗ് കണ്ടാൽ അതാണ് ജോമെട്രിക് മീൻ. ഓക്കെ, അപ്പോൾ ലോഗ് കാണാനും ആൻറ്റി ലോഗ് കാണാനുമുള്ള കാര്യങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2, 4, 8 ഇതിൻ്റെ എന്ത് കാണുക, ജോമെട്രിക് മീൻ. അത് കഴിഞ്ഞിട്ട് ഈ നമ്പേഴ്സിൻ്റെ ജോമെട്രിക് മീൻ കാണുക എന്നുള്ളതാണ്. ഇത് മന്ത്ലി എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ 2, 4, 8 ജോമെട്രിക് മീൻ വേണമെങ്കിൽ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് കണ്ടാൽ മതി. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യൂബ് കണ്ടാൽ മതി. അല്ലെങ്കിൽ 2ൻ്റെയും 4ൻ്റെയും 8ൻ്റെയും എന്ത് ചെയ്യുക, ലോഗ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3 കൊണ്ട് അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ലോഗ് 2 നമ്പർ എഴുതുക, ലോഗ് 3 അല്ലെങ്കിൽ ലോഗ് 4 ലോഗ് 4 ലോഗ് 8 ഇത് വാല്യൂസ് കാണുക. അതിനെന്ത് ചെയ്യുക, എല്ലാം കൂടി ആഡ് ചെയ്ത് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ നമ്പറിന് എന്ത് ചെയ്യുക, അതിന് ആൻറ്റി ലോഗ് കാണുക. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഇത് 3 നമ്പേഴ്സ് മാത്രമാണെങ്കിൽ ക്യൂബ് റൂട്ട് വേണമെങ്കിൽ കാണാം നമുക്ക്. അപ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് 64 കിട്ടുക. അതിൻ്റെ ക്യൂബ് റൂട്ട് എത്ര വരും, അതിൻ്റെ ക്യൂബ് റൂട്ട് 4 വരിക. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എന്തായാലും ലോഗരിതം കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ ലോഗിൻ്റെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിയമങ്ങൾ. അതായത് ഇപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ എപ്പോഴും 2 പോയിൻ്റ് ഇടുക. 2 ഡിജിറ്റ് ആകുമ്പോൾ 1 പോയിൻ്റ് ഇടുക. 1 ഡിജിറ്റ് ആകുമ്പോൾ 0 പോയിൻ്റ് ഇടുക. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ വാല്യൂസ് ലോഗരിതം ടേബിൾ വെച്ചിട്ട് കണക്കാക്കുക. ഇതിവിടെ 1/2/5, 1/3/0, ഇത് 7/5/0, 1/0/0, 4/5/0 അല്ലേ. അത് വെച്ചിട്ടാണ് ലോഗിൻ്റെ ടേബിൾ വെച്ച് നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലോഗ് ടേബിൾ നോക്കുക ജസ്റ്റ് ഒന്ന്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, 1/2/5. അപ്പോൾ അത് 0.969. ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, 0.969. ഇനി 1/3/0 ശ്രദ്ധിക്കുക. അപ്പോൾ അത് 1/3/0 1139. ഓക്കെ, 1139. പിന്നെ 7/5/0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 7/5/0 858751 ആണ്. അപ്പോൾ ഇവിടെ ഓക്കെ, 7/5/0 ആണ്. 10ൻ്റേത് വരുന്നത് 000 ആണ്. 4/5ൻ്റെ /0 എന്ന് വെച്ചാൽ 6532 ആണ്. 10/0 ആണ്. ഇത് 4/5/0 ആണ്. അപ്പോൾ എല്ലാം ലോഗ് കാണുക. ലോഗിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത എത്ര നമ്പേഴ്സ് ഇവിടെ ഉണ്ട്, 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പർ ഓക്കെ, അപ്പോൾ ഈ നമ്പറിന് എന്ത് ചെയ്യുക, നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ നമ്പറാണ് കിട്ടുക. അതിൻ്റെ ആൻറ്റി ലോഗ് കാണും. ഓക്കെ, അപ്പം 1.8
7478 1 പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഡബിൾ ഡിജിറ്റ് നമ്പർ ആയിരിക്കും വരിക. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻറ്റി ലോഗ് ടേബിൾ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻറ്റി ലോഗ് കാണുന്ന നേരത്തെ എന്താണ് 74/7 ആണ്. ഇവിടെയാണ് 7 വരിക, 7 8 9. അപ്പോൾ ഇവിടെ 7. അപ്പോൾ അതിൻ്റെ കൂടെ 8 എന്ത് വരുന്നത്, മീൻ ഡിഫറൻസ് വരുന്നത്. അത് ഇതിനോട് ഇതും കൂടി ആഡ് ചെയ്യുക. അതായത് 55 85ൻ്റെ കൂടെ 10 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 55 95. അപ്പോൾ എവിടെ എത്രയാണ്, ഒന്നാണുള്ളത്, അതുകൊണ്ട് പോയിന്റ് വരും അല്ലേ, 55 പോയിന്റ്, 2 ഡിജിറ്റ് ഫിഗറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോഗും ആൻറ്റി ലോഗും ഒന്ന് ഇരുന്ന് കാണുക. അപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പറഞ്ഞ ടൈം വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള കരുതിയിട്ടാണ് ആദ്യം അത് അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങൾ ഇങ്ങനെ വരും. സിമ്പിളാണ് കണ്ടുപിടിക്കാനായിട്ട്. ലോഗ് കാണാൻ പഠിക്കുക, ആൻറ്റി ലോഗ് കാണാൻ പഠിക്കുക, അത് പഠിച്ചു വെക്കാനുള്ളതാണ്. ബാക്കി ഇതാണ് ഇക്വേഷൻ വരുന്നത്. അത് 3 സംഖ്യകളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് കണ്ടുപിടിക്കാനായിട്ട്. 3 സംഖ്യകൾ തരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആൻറ്റി ലോഗ് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ 3 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ കാണേണ്ടി വരും. 2 ആണെങ്കിൽ സിമ്പിളാണ്, 2 മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എന്താണ് ജോമെട്രിക് മീൻ. ഇത് അതിനെന്ത് വരുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസാണ്. ഡിസ്ക്രീറ്റ് സീരീസും പിന്നെന്താണ് ഇത് വരുന്നത്, ഡിസ്ക്രീറ്റും ഇത് കണ്ടിന്യൂസ് സീരീസാണ്. അപ്പോൾ അതിൻ്റെയും ജോമെട്രിക് മീൻ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് വരുന്ന നേരത്തെ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒക്കെ എന്ത് കാണുക, ലോഗ് കാണുക. ഓക്കെ, ലോഗ് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ 2 ഉണ്ടല്ലോ, അതായത് ഈ ഫ്രീക്വൻസീസ്, ഇതാണല്ലോ നമ്പേഴ്സ്, ഇതതിൻ്റെ ഫ്രീക്വൻസി അല്ലേ, ഡിസ്ക്രീറ്റ് സീരീസ് അല്ലേ. ഈ ഫ്രീക്വൻസി ആയിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ട് താഴെ എഴുതുക. ഇതിൻ്റെ എന്ത് കാണുക, ആൻറ്റി ലോഗ് കാണുക, അതിൻ്റെ ആൻറ്റി ലോഗ് കാണുക എന്നുള്ളതാണ് ഡിസ്ക്രീറ്റിൽ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ആയിട്ട് ഈ ലോഗ് കാണുന്നതിന് എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ലോഗ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫ്രീക്വൻസീസുമായിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക, ടോട്ടൽ ചെയ്യുക. എത്ര നമ്പേഴ്സ് ഉണ്ട്, അത് ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ് നമ്പേഴ്സ് വരിക. അപ്പോൾ അതുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് എത്ര കിട്ടി, 0.9032 ആണ്. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻറ്റി ലോഗ് കാണുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇതാണെങ്കിൽ, അതായത് കണ്ടിന്യൂസ് സീരീസ് ആണ്, എന്ത് ചെയ്യുക, ഈ എക്സിൻ്റെ സ്ഥാനത്ത് എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യുക, മിഡ് വാല്യൂ എടുക്കുക. 5 15 25 35 45. എന്നിട്ട് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ലോഗ് കാണുക. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലോഗ് കാണുക, ഫ്രീക്വൻസീസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമ്പേഴ്സ് ഇതും നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടുന്ന സംഖ്യേൻ്റെ ആൻറ്റി ലോഗ് കാണും. ഇതാണ് ജോമെട്രിക് മീൻ വരുന്നത്. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. ഇനി നമ്മുടെ ജോമെട്രിക് മീനിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. ജോമെട്രിക് മീൻ ഈസ് സൂട്ടബിൾ വെൻ ദ ഡാറ്റ ആർ ഇൻ റേറ്റ്സ്, റേഷ്യോ, പെർസെൻറ്റേജ് വെയർ ഇറ്റ് ഈസ് ഡിസൈഡ് ടു ഒബ്റ്റെയിൻ ദ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വേരിയബിൾ. അപ്പോൾ റേറ്റും പെർസെൻറ്റേജൊക്കെ ആയിട്ടാണ് ഡാറ്റ എങ്കിൽ ജോമെട്രിക് മീനാണ് ഹെൽപ്ഫുൾ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഫൈൻഡിങ് ദ ആവറേജ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻ എ കൺട്രി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ആയിരിക്കും ജോമെട്രിക് മീൻ പ്രകാരം കാണുന്നതാണ് നല്ലത്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാറ്റിയിൽ വേറൊരു പഠിക്കാണ്ട്. പണ്ടത് ക്യൂട്ടിയിലൊക്കെ പഠിക്കാണ്ടായിരുന്നു, ഇപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ടഫല്ല, കുറച്ചും കൂടി നമുക്ക് എന്താണ് ഒരുപാട് മെമ്മറൈസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജോമെട്രിക് മീൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സുമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇറ്റ് ഈസ് ലെസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ. എക്സ്ട്രീം വാല്യൂ ആയിട്ട് അങ്ങനെ ബന്ധപ്പെടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോഗും ആൻറ്റി ലോഗ് കാണുന്നത് കൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ കുറേ 1 2 3 4 ഒക്കെ തന്നിട്ട് ഒരു 1000 വരികയാണെങ്കിൽ അത് ബാധിക്കുന്നില്ല. കാര്യം എന്താണ്, 1000ൻ്റെ നമ്മൾ ആദ്യം ലോഗ് കാണും, 1 2 3 കാണുന്ന മാതിരി. എന്നിട്ട് അതിന് വാല്യൂവിനൊന്ന് ചെറുതാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലോഗും ആൻറ്റി ലോഗും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എക്സ്ട്രീം വാല്യൂസ് വലിയ വാല്യൂ ഇതിനിടയിൽ വരികയാണെങ്കിൽ ബാധിക്കുന്നില്ല. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. ഇതെന്താണ്, ഭാവിയിലുള്ള ആൾജിബ്രൈക്ക് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ഓൾ ദ ഐറ്റംസ്. മറ്റ് ഐറ്റംസിൻ്റെ ഒക്കെ സൈസ് ആയിട്ട് എന്താണ് ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇറ്റ് ഈസ് വെൽ അഡോപ്റ്റഡ് വെൻ റേഷ്യോസ് ഓഫ് ചേഞ്ച് ആർ ടു ബി ആവറേജ്ഡ്. റേഷ്യോസ് ഓഫ് ചേഞ്ച് ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഇത് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ഹൈലി ഡിഫൈൻഡ്, റിജിഡ്ലി ഡിഫൈൻഡ്. അത് റിജിഡായിട്ട് എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഡീമെറിറ്റ്സ് വരുന്നത്, ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ജോമെട്രിക് മീൻ ഇസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൾട്ട്. ജോമെട്രിക് മീനിൻ്റെ കമ്പ്യൂട്ടേഷൻ ആണ് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഇഫ് അറ്റ്ലീസ്റ്റ് 1 വാല്യൂ ഇസ് നെഗറ്റീവ് ഓർ 0.
ഒരു വാല്യൂ നെഗറ്റീവ് ആണെങ്കിലോ 0 ആണെങ്കിലോ അതെന്തല്ല കേപ്പബിൾ അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് എ കോമൺലി ആക്സെപ്റ്റഡ് ആവറേജ്. അത് കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ആവറേജ് അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അനലൈസ്. അത് അനലൈസ് ചെയ്യാൻ എന്തല്ല ഈസി അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, ജോമെട്രിക് മീനിൻ്റെ മെറിറ്റ്സിലും ഡിമെറിറ്റ്സിലും വരുന്നത്. ഓക്കെ, പിന്നെയാണ് നമുക്ക് ഹാർമോണിക് മീനിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ജോമെട്രിക് മീൻ കഴിഞ്ഞു, നെക്സ്റ്റ് ഹാർമോണിക് മീനാണ്. ഹാർമോണിക് മീന് ഇതിന് മുൻപ് നമ്മൾ ഹാർമോണിക് പ്രോഗ്രഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ഹാർമോണിക് മീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നോർമലായിട്ടൊരു ഇങ്ങനെ പരമ്പരയിൽ കുറേ നമ്പേഴ്സ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്നല്ലെങ്കിലും തരികയാണെങ്കിൽ അതിൻ്റെ ഹാർമോണിക് മീൻ എങ്ങനെ കാണും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഹാർമോണിക് മീനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഇത് HM അല്ല, ഇത് വരുന്നത് ഇത് GM അല്ല, ഇത് HM ആണ്. ഹാർമോണിക് മീൻ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. N ഡിവൈഡ് ബൈ സിഗ്മ 1/x ആണ്. ഇനിയിപ്പോൾ അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ N ഡിവൈഡ് ബൈ സിഗ്മ F/x ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഇത് ഹാർമോണിക് മീനിൻ്റെ ഇക്വേഷൻ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വെദർ ഇറ്റ് ഈസ് ഇൻ കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ് അങ്ങനെ വരികയാണെങ്കിൽ ഇതാണ്. അപ്പോൾ അതായത് ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ എന്താണ്, എക്സിൻ്റെ വാല്യൂസ് ഓരോന്നുണ്ടാവില്ല, അതിനൊക്കെ ഒന്നുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതി വെക്കുക, അതിൻ്റെ ടോട്ടൽ കാണാം, എന്നിട്ട് എന്ത് ചെയ്യുക, N ഡിവൈഡ് ബൈ ആ നമ്പർ ചെയ്യുക. ഇവിടെ വരുമ്പോൾ ഒരു ഫ്രീക്വൻസി വരുമല്ലോ, ആ ഫ്രീക്വൻസിയിലുള്ള നമ്പേഴ്സുമായിട്ട് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതി വെക്കുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണുക, എന്നിട്ട് N ഡിവൈഡ് ബൈ ദാറ്റ് നമ്പർ, അതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ സീരീസാണ് കൊടുത്തിരിക്കുന്നത്. 125, 130, 75, 10, 45, 5 അതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാർമോണിക് മീൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണല്ലോ നമ്പേഴ്സ് അതുപോലെ എഴുതി വെക്കുക. ഇതിനെന്ത് ചെയ്യുക, അപ്പോൾ 1 ഡിവൈഡ് ബൈ 125 0.008, ഇവിടെ 1 ഡിവൈഡ് ബൈ 130 അത് 0.0077, 1 ഡിവൈഡ് ബൈ 75 0.0133, പിന്നെ 1 ഡിവൈഡ് ബൈ 10 0.1, പിന്നെ 1 ഡിവൈഡ് ബൈ 45 0.222, പിന്നെ 1 ഡിവൈഡ് ബൈ 5 0.2. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത്, സിഗ്മ 1/x. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്, എത്ര നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ n എന്ന് വെച്ചാൽ 6 ആണ്. അപ്പോൾ നമുക്ക് ഹാർമോണിക് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x ഇതിൻ്റെ ടോട്ടൽ. അപ്പോൾ n എത്രയാണ്, 6 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്, 0.3512. ഓക്കെ, n ഇവിടെ 6 ആണ്, n 6 ആണ്, അവിടെ ടൈപ്പിംഗ് എറേഴ്സാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്, 17.0843. അതാണ് ഇതിൻ്റെ ഹാർമോണിക് മീൻ. ഇതിൻ്റെ അല്ല, ഈ നമ്പേഴ്സിൻ്റെ ഹാർമോണിക് മീൻ വരുന്നത്. ഇനിയിപ്പോൾ അതിൽ കണ്ടോ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരിക, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനെ ചോദിക്കുള്ളൂ എളുപ്പത്തിൽ, അല്ല 2 മാർക്കല്ല, ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് 6 മാർക്കിനെ ചോദിക്കും. കാര്യം ഇത് നമ്മൾ കാണണമല്ലോ ആദ്യം, 1 ഡിവൈഡ് ബൈ x. ഹാർമോണിക് മീൻ ആവട്ടെ ജോമെട്രിക് മീൻ ആവട്ടെ ഒക്കെ 6 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ്, ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കുകൾ എഴുതുക, അതിന് x ആയിട്ട് എഴുതുക, ഫ്രീക്വൻസീസ് ഓരോന്നായിട്ട് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ആദ്യം 1/x ആയിരുന്നല്ലോ ഇൻഡിവിജ്വൽ സീരീസിന്, ഇവിടെ f/x ആണ് വരിക. അപ്പോൾ ഇതേ ബൈ ഇത് 1, ഇതേ ബൈ ഇത് 1, 10/25 0.4, 15/35 0.4286, 5/45 0.111. അങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഇത്. എന്നിട്ട് ടോട്ടൽ ചെയ്യുക. ഇവിടെ നമ്പർ എത്ര ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ് നമ്പർ 2.9. അപ്പോൾ ഇങ്ങനെ എഴുതുക. എങ്ങനെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇക്വേഷൻ വരുന്നത് ഹാർമോണിക് മീൻ ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരും, n ഡിവൈഡ് ബൈ സിഗ്മ f/x ആണ്. സിഗ്മ f/x എത്രയാണ്, 2.9397 ആണ്, n 50 ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുക എത്രയാണ്,
17.0085 ആണ്. അപ്പോൾ 17 അപ്രോക്സിമേറ്റ് അല്ലേ, 0.00 കഴിഞ്ഞാൽ 85 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 17 നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് കണക്കാക്കാം. ഇനിയിപ്പോൾ ഇത് വരികയാണെങ്കിലോ, ക്ലാസ് ഇൻ്റർവൽസ് ഉള്ള കണ്ടിന്യൂസ് സീരീസ് എല്ലാത്തിൻ്റെയും ആദ്യം എന്തെടുക്കുക, മിഡ് വാല്യൂ എടുക്കുക. 5, 15, 25, 35, 45, 55. അപ്പോൾ അത് മിഡ് വാല്യൂ ആദ്യം ഇവിടെ എഴുതി വെക്കാം. മിഡ് വാല്യൂ കാണാൻ അറിയാമല്ലോ, രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫ്രീക്വൻസീസ് ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക, 12/5, 18/15, ഇവിടെ 27/25, 0.18. പിന്നെ ഇവിടെ വരുന്നത് 20/35, 0.5714. പിന്നെ 17/45, 0.3778. പിന്നെ 6/50, 0.1091. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക, ഫ്രീക്വൻസീസും ടോട്ടൽ ചെയ്യുക. ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ് n വരുന്നത്. അപ്പോൾ അധികം അതിന് നമ്മൾ ക്യാപിറ്റൽ n ആയിട്ടാണ്, ഫ്രീക്വൻസീൻ്റെ ടോട്ടലിന് അധികം ക്യാപിറ്റൽ n ആയിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ എന്താ ഇക്വേഷൻ വരുന്നത്, ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സിഗ്മ f ബൈ എക്സ് ആണ്. സിഗ്മ f ബൈ എക്സ് ഇതാണ് എന്നിൻ്റെ നമ്പർ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 ആണ് n, ഡിവൈഡ് ബൈ സിഗ്മ f ഇൻറ്റു എക്സ് 5.7383, 17.427 നമ്പർ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ യൂസ് എന്താണ്, HM is used to or harmonic mean is used to average different rates of speed for equal distance. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു കമ്പ്യൂട്ട് ദ ആവറേജ് റേറ്റ് ഓഫ് പ്രോഫിറ്റ്, ടു കമ്പ്യൂട്ട് ആവറേജ് പ്രൈസ് എക്സെട്ര. ഇതൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നതാണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എന്താണ്, ഓൾ ഒബ്സർവേഷൻ ഇൻഫ്ലുവൻസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഹാർമോണിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. ഹാർമോണിക് മീൻ വളരെ റിജിഡായിട്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, അതിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഗിവ്സ് ഗ്രേറ്റസ്റ്റ് വെയ്റ്റ് ടു ദ സ്മോളസ്റ്റ് ഐറ്റം. അപ്പോൾ എപ്പോഴും നമ്മൾ 1 ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വരികയാണ്. ഇപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഇപ്പോൾ 1, 2, 3, ഒരു 100 ഉണ്ടെന്ന് കരുതുക. ഇവിടെ ഏറ്റവും പിന്നെ ഹാർമോണിക് മീൻ എടുക്കുന്ന നേരത്തെ ഇതിനാണ് കൂടുതൽ വെയിറ്റ് കിട്ടുക. 1/1 ഇത് 1 തന്നെ ആയിരിക്കും. ഇതെന്താവും, ഇത് 0.5 ആവും. ഇതെന്താണ്, ഇത് 0.33 ആവും. ഇതെന്താണ് 0.01, 001 അല്ലെങ്കിൽ 01 ആവും. അല്ല സാർ, 01 ആവും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് പിന്നെ ഇതിനാണ് വരിക. അല്ല, നമ്മൾ 1 ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഈ നമ്പർ എപ്പോഴും ഡിനോമിനേറ്ററിലേ വരിക, താഴെയല്ലേ വരിക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ നമ്പർ എന്താവും, ചെറുതായി പോകും. അതിൻ്റെ ഈ പറയുന്ന ഇതെടുക്കുന്നത് റെസിപ്രോക്കൽ എടുക്കണം നേരത്തെ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് എന്താണ്, ചെറിയ നമ്പറിനാണ് കൊടുക്കുക. പിന്നെ വരുന്നത് ഇറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഈവൻ ഇഫ് ദ ഗിവൺ സീരീസ് കണ്ടെയ്ൻസ് എനി നമ്പർ ഓർ നെഗറ്റീവ് വാല്യൂ. ഇപ്പം നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിലൊക്കെ എന്താണ്, ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക്ക്. ഈ ഒരു മെറിറ്റ് ഉണ്ടല്ലോ, ഇത് എല്ലാത്തിലും എഴുതണം കേട്ടോ നിങ്ങൾ. ഏത് മീൻ ആവട്ടെ, മീഡിയൻ ആവട്ടെ, എല്ലാത്തിലും എന്താണ് ഫർദർ ആൾജിബ്രൈക്ക് ട്രീറ്റ്മെൻറ്റിന് സഹായിക്കും എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാത്തിലും എഴുതാൻ നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഡിമെറിറ്റ്സ് ആയിട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടാണ് നമുക്കല്ല. ഇതിൻ്റെ ഒരു യുക്തി, ഇപ്പോൾ അർത്ഥമെറ്റിക് മീൻ ഒരു ആവറേജ് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു യുക്തി മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ്. ഇറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഇഫ് ആൻ ഒബ്സർവേഷൻ 0 ആണ്. അല്ലെ, 0 വന്നാൽ അവരെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്, 0 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്ന നേരത്ത് അത് 0 തന്നെ ആയി കിടക്കും. ദ വാല്യൂ ഓഫ് ഇറ്റ് നീഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദ ഗിവൺ സീരീസ്. അതിൻ്റെ വാല്യൂ എന്താണ്, ആ ഗിവൺ സീരീസിലെ നമ്പർ എന്തായാലും ആവില്ല എന്ത് വന്നാലും. പിന്നെ എന്താണ്, ദർ ഈസ് ഓൺലി എ ലിമിറ്റഡ് സ്കോപ്പ് ഫോർ ഇറ്റ് ഫോർ. അപ്പോൾ ആൽജിബ്രയ്ക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റേ അതിന് ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. യൂസ് ചെയ്യാം, പക്ഷേ അതിന് വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ ജോമെട്രിക് മീനും അതുപോലെ ഹാർമോണിക് മീനും. ഓക്കെ.